ജസ്ക സതീഷ് റിജിൽ പറയുന്നത് പ്രധാനമല്ലേ? എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യം പുതുമയൊന്നുമല്ല. അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ചൂരടിയതിനു ശേഷം അവരെ പിൻവലിച്ചിട്ടുണ്ട്. അതിനുശേഷം വേറെ ബദൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവരൊക്കെ ജയിച്ചിട്ടുണ്ട്. മറ്റവർ അങ്ങനെ കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യമൊന്നും പുതുമയേ അല്ല. പക്ഷെ നിങ്ങൾക്കിത് പുതുമയാണ്. എസ് കെ സതീഷ് നോക്കൂ, കണ്ണൂർ പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് കണ്ണൂർ അല്ലേ? രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ജില്ലയിൽ ഏറ്റവും കണ്ണായ പാർട്ടി സ്ഥലങ്ങളിൽ ഏറ്റവും കണ്ണായ പാർട്ടി നേതാക്കൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ കമ്മിറ്റി അംഗം പുറത്തിറങ്ങി വന്ന് പാർട്ടിക്കെതിരെ കലാപം പ്രഖ്യാപിക്കുക. നിങ്ങൾക്കിത് പുതുമയാ എസ് കെ സതീഷ്? ഹാഷ്മി, അത്തരത്തിലൊന്നും കാര്യങ്ങളെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീർണതയാണ് പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറയുന്നത്. അത്തരമൊരു ജീർണതയിൽ പെട്ടുപോയ പലരും ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകളെല്ലാം കാലത്തിൻ്റെ യവനയ്ക്കുള്ളിൽ മറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അല്ലാതെ അവർ ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തതായി നമുക്കെവിടെയെങ്കിലും രേഖപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ പർവ്വതീകരിച്ച് കാണുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങളുമായി സംവദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാവേണ്ടതുണ്ട്. അത് കേരളത്തിൻ്റെ ആകെ അനിവാര്യതയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷം മുമ്പുള്ള UDFൻ്റെ ഭരണം അതൊരു ഇരുണ്ട കാലമാണ് എന്ന് കേരളത്തെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങളെ കൂടുതൽ സഹായിച്ചത് പഴയ കേരളത്തെ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് UDF നടത്തിയ യാത്ര തന്നെയാണ്. ആ യാത്രയിൽ അവർ വീണ്ടെടുക്കുന്ന കേരളത്തെ ഏതാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ നല്ലവണ്ണം ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമുള്ള ഒരു ഇരുണ്ട കാലം, കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടാത്ത ഒരു ഇരുണ്ട കാലം, ആശുപത്രി തകർന്നടിഞ്ഞ കാലം, മറ്റെല്ലാ മേഖലകളും തകർന്നു പോയ, റോഡുകൾ തകർന്നു പോയ, എല്ലാ മേഖലയിലും ജനങ്ങൾക്കൊരു ആശ്വാസവും നൽകാൻ കഴിയാത്ത ഒരു കാലം. ഞങ്ങൾ മാത്രമല്ല, ആ കാലത്തെ ഇന്നവർ മഹത്വവൽക്കരിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ശ്രീ VD സതീശൻ തന്നെ പറഞ്ഞത്, തീവട്ടിക്കൊള്ളയാണ് ഈ കേരളത്തിൽ നടക്കുന്നതെന്നാണ്. അദ്ദേഹത്തിനെതിരായി അന്ന് വലിയ ആക്ഷേപമെല്ലാം കോൺഗ്രസിൽ ഉയർന്നു വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി AK ആൻ്റണി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനും ഏറ്റു എന്ന് മാത്രമാണ്. അന്നത്തെ KPCCയുടെ പ്രസിഡൻ്റായിരുന്ന ശ്രീ VM സുധീരൻ പറഞ്ഞത് കേരളത്തിൽ കടുംവെട്ടാണ് നടക്കുന്നത്. അവസാനത്തെ ക്യാബിനറ്റിനെ കുറിച്ച് പറഞ്ഞത് കടുംവെട്ട് ക്യാബിനറ്റ് എന്നാണ്. കേരളത്തിൻ്റെ സകലതും വിറ്റുതുലയ്ക്കുന്ന, അവസാനമായി എല്ലാം തീരെഴുതി കൊടുക്കുന്ന, സന്തോഷ് മാധവന് വരെ കേരളത്തിൻ്റെ ഭൂമി തീരെഴുതി കൊടുക്കുന്ന ഒരു ക്യാബിനറ്റ്. ഇതെല്ലാമായിരുന്നു ആ കാലം. ആ കാലത്തിൽ നിന്ന് 5 വർഷക്കാലത്തെ ഭരണം, ആദ്യ 1ാം ഗവൺമെൻറ്. ആ ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോൾ ഇതിനെയെല്ലാം ഒരു മാറ്റം വരുത്തി. മിഷനുകൾ അവതരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതി, സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വന്നു, ആശുപത്രികൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യവും ചികിത്സാ സൗകര്യവും വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് മാറി. കേരളത്തിൻ്റെ പൊതുവായ അന്തരീക്ഷം, ഭൂമിയും കേരളത്തിൻ്റെ പരിസ്ഥിതിയും സംരക്ഷിക്കാനുള്ള ഹരിത കേരളം മിഷൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. ആ കേരളത്തെ ഒരു 5 വർഷക്കാലം കൊണ്ട് മെച്ചപ്പെടുത്തിയ കേരളത്തിൽ നിന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും മറ്റു വൻകിട വികസന പ്രവർത്തനത്തിലൂടെയും ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയല്ല പുതിയൊരു തലത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. അതായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. ഒരുപാട് പ്രതിസന്ധി കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട്. ആ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഒരു കരുത്തായി കേരളത്തിലെ സർക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് വയനാട്ടിലെ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. 415ഓളം വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം നാട്ടിൽ ഏതാണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു 1.5 വാർഡോളം, ആ വാർഡിലുള്ള മുഴുവൻ വീടുകളും പുനർനിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. ആ അടിസ്ഥാന സൗകര്യ വികസനം, ജനങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുന്ന കരുതൽ, ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേമകാര്യങ്ങളിലാണെങ്കിൽ മുടങ്ങിപ്പോയ പെൻഷൻ്റെ കാലത്ത് മാറി 2000 രൂപ പെൻഷൻ എല്ലാവരിലേക്കും കൃത്യതയോടുകൂടി കുടിശ്ശികയില്ലാതെ എത്തുന്നു. ഇങ്ങനെ വന്ന ഒരു കാലം ഇനിയൊരു 5 വർഷക്കാലം എന്തുകൊണ്ട് തുടർച്ചയുണ്ടാവണം? കാരണം ഈ നേട്ടങ്ങളെല്ലാം അതിൻ്റെ വിളയെടുക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത 5 വർഷക്കാലമാണ്. നമ്മുടെ ദേശീയപാത പൂർണ്ണമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണക്ടിവിറ്റി ആവുന്നു. ആ കണക്ടിവിറ്റിയിലൂടെ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന നേട്ടങ്ങൾ അനുഭവിക്കുന്നത് അടുത്ത കാലഘട്ടത്തിലാണ്. അതുപോലെ നാം വ്യവസായ രംഗത്ത് 1ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നു. ആ വ്യവസായങ്ങളെല്ലാം ഇപ്പോൾ അഭിവൃദ്ധി ബാധിച്ച് അതിൻ്റെ ഗുണം നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് തുടർന്നാണ്. ടൂറിസം രംഗത്ത് നാം ഉണ്ടാക്കിയ മുന്നേറ്റം, അതിൻ്റെ വരുമാനം നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു. ഇതെല്ലാം ലഭിക്കണമെങ്കിൽ, ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ ഈ അടിസ്ഥാന സൗകര്യ വികസനവും ക്ഷേമവും കരുതലും എല്ലാം നിലനിൽക്കണമെങ്കിൽ ഒരു തുടർച്ചയുണ്ടാവണം.
അതിന് വിശ്വസിക്കാൻ വേണ്ടി പറ്റുക ഇടതുപക്ഷത്തെയാണ്. അതിന് മറ്റാരുമില്ല. അതുകൊണ്ടാണ് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടി കഴിയുന്നത്. അത് ജനങ്ങൾ അംഗീകരിക്കുന്നു. അല്ലാതെ ശ്രീ റജുൽ മാക്കുറ്റി പറഞ്ഞ പോലെയല്ലല്ലോ കാര്യങ്ങൾ. ഇവിടെ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് തുടർഭരണം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമ്മുടെ പ്രശ്നം പുനർനിർണയത്തിന് ശേഷം ശരി, അതൊക്കെ നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ശരി, നിങ്ങൾ LDF അതാണ് വളരെ മിന്നൽ വേഗത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടെന്ന് തൊട്ടു പിന്നാലെ വാലവാല തന്നെ CPIയുടെ വാർത്താ സമ്മേളനം CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആ രാത്രി തന്നെ നിങ്ങൾ തെരുവിൽ നിറഞ്ഞവരാണ്. അതിന്റെ ശോഭ കെടുത്തി ഒരു നേതാവ് TK ഗോവിന്ദൻ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഉന്നയിക്കുന്നത് എന്താണ്? ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ നിർത്തുന്നത് അഴിമതി മറയ്ക്കാനുള്ള പണിയാണ് എന്ന ഗുരുതര ആരോപണം. അത് ശരിയോ തെറ്റോ വേറെ കാര്യം. അത് പറയുന്ന ആരാണ്? നിങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, കോൺഗ്രസിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങളുടെ പാർട്ടിയിൽ ഇത് ആദ്യമാണ്. G സുധാകരൻ, ഐഷ പോറ്റി, S രാജേന്ദ്രൻ, CPIയുടെ 2 മുൻ MLA മത്സരിക്കുന്ന BJP ക്യാമ്പിൽ നിങ്ങൾക്കിത് പുതിയ കാര്യമാണ്. ശ്രീ SK സജീഷ്, നിങ്ങൾക്കത് എല്ലാവരും വർഗവഞ്ചകർ എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താൻ പറ്റില്ല. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ഘട്ടങ്ങളിലെല്ലാം ചില നേതാക്കന്മാരിലെല്ലാം പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതുവരെ അവരെ തള്ളിപ്പറഞ്ഞവരും അവരെ മോശക്കാരായി ചിത്രീകരിച്ചവരുമെല്ലാം വലതുപക്ഷക്കാർ അവരെ സ്വീകരിച്ച് അവരെ കൂടുതൽ അപകടകരമായ മേഖലയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും ഏറ്റവും ഒടുവിൽ തങ്ങൾ തെറ്റായ മാർഗത്തിലാണ് പോയത് എന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാൻ പോലും ആഗ്രഹിച്ച, ജീവിത അവസാന ഘട്ടത്തിൽ ആഗ്രഹിച്ച അനുഭവങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ചില പ്രത്യേകമായ താല്പര്യത്തിൻ്റെ പുറത്ത് ചില പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ ഭാഗമായി ചിലരിലെല്ലാം ചില താല്പര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമേ അല്ല. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ബന്ധുത്വത്തിൻ്റെ പേരിലോ മറ്റോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIഎമ്മിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ പാർലമെൻറ്റ് രംഗത്തേക്കോ വരുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ നിരന്തരമായ പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് വരുന്നത്. മറ്റു രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. സ്വാഭാവികമായും ഇവിടെ നിന്ന് തെറ്റി പോകുന്ന ആളുകൾ പിന്നീട് തെറി വിളിക്കും. അവർക്ക് വായിൽ തോന്നിയെല്ലാം വിളിച്ചു പറയുമെന്നെല്ലാം ഉള്ളത് സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്കൊന്നും അതിനെ കാണേണ്ടതില്ല. അതെല്ലാം ഈ പറഞ്ഞ ഒരു തെറ്റായ വഴിയിലൂടെ മനസ്സ് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വിഭ്രമങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അത്തരത്തിലുള്ള വെല്ലുവിളികളെല്ലാം ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരും ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച പാരമ്പര്യവും ഉജ്ജ്വലമായി മുന്നേറിയ പാരമ്പര്യവുമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത്. കാരണം ഈ മണ്ണിൻ്റെ അവകാശവും ഈ മണ്ണിലെ വിദ്യാഭ്യാസത്തിൻ്റെ അവകാശവും ജീവിക്കാനുള്ള അവകാശവും എല്ലാം പൊരുതി നേടിത്തന്ന ഒരു ചെങ്കൊടിയുടെ കീഴിലാണ് എല്ലാവരും എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചെങ്കൊടിയെ തകർക്കാൻ വേണ്ടി, അതിനെ താഴ്ത്താൻ വേണ്ടി ആര് തന്നെ ശ്രമിച്ചാലും അവർക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരം പാർട്ടിയുടെയും പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളുടെയും ബഹുജനങ്ങളുടെയും എല്ലാ ഭാഗത്തും ഉയർന്നു വരും. ആ വികാരത്തിൽ നിന്ന് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് കുതിച്ചിട്ടേ ഉള്ളൂ എന്ന് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ കാണേണ്ടത് ഇവിടെ നാം നടത്തിയ മുന്നേറ്റങ്ങൾ, ആ മുന്നേറ്റത്തിൻ്റെ ഗുണഭോക്താക്കളാവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും എന്താണ് കേരളത്തെ നയിക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് പോലുമില്ലാത്ത, സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ജീവിക്കുന്ന ലീഡർഷിപ്പായി മാറിയ, നുണകൾ പറയുന്നതിന് യാതൊരു പ്രയാസവുമില്ലാതെ വളരെ ലളിതമായ കാര്യങ്ങൾക്ക് പോലും നുണ പറയുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, അതിന് ഞങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടമാകുമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിലൂടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടത് ആരുടേതാണ് എന്ന് തിരിച്ചറിയണ്ടേ? വളരെ ലളിതമായി മറുപടി പറഞ്ഞു പോകാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളിൽ പോലും കളവ് പറയുന്നവരായി കേരളത്തിലെ UDFൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുകയാണല്ലോ. ഇവരെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ? ഇവരെ വിശ്വസിച്ച് ഭരണമേൽപ്പിക്കാൻ വേണ്ടി കഴിയുമോ? ഇവരുടെ കാലം എങ്ങനെയായിരുന്നു? ഇവരെന്തിനാണ് വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത്? അധികാരത്തിന് വേണ്ടിയാണ്. അധികാരം കിട്ടി ഇവരെങ്ങോട്ട് പോകും എന്നതുകൂടി കാണണ്ടേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.